50,000, 60,000, 70,000, 1,00,000, 1,00,000 ഒക്കെ റേറ്റ് ആണ് വരുന്നത് ഗൈസ്. പിന്നെ ഇതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടൊരു സംഭവം ഉണ്ട് ഗൈസ്. അപ്പം നമ്മുടെ ജിമ്മിനെ ഞാൻ ഇതിന്റെ മേലെ കൂടെ ഓടിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് റെക്കമെൻഡ് ചെയ്തിട്ട് ചെയ്യാൻ പറഞ്ഞൊരു വീഡിയോ ആണ്. നമ്മുടെ കയ്യിലുള്ള എല്ലാ RC കാർസ് എടുത്തിട്ട് ഒരു വീഡിയോ ചെയ്യാനായിട്ട്. സോ എൻ്റെ കയ്യിലുള്ള അത്യാവശ്യം നല്ല RC കാർസ് ഒക്കെ എടുത്തിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോ കാണിച്ചു തരാം നിങ്ങൾക്ക്. സോ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ വീഡിയോ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നെക്സ്റ്റ് ചെയ്ത RC കാർസ് കാണുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് അടിച്ചോളൂട്ടോ. സോ നിങ്ങൾ തരുന്ന ലൈക്കും സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ കമൻസ് ഒക്കെയാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. സോ എല്ലാവരും പെട്ടെന്ന് അതൊക്കെ ചെയ്ത് വെക്കുക. ഞാൻ വീഡിയോ ഇങ്ങനെ നീട്ടി കൊണ്ടുപോകണില്ല, നമുക്ക് എന്തായാലും വീഡിയോക്ക് കിടക്കാം ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള RC കാർസ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ എല്ലാത്തിൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള ഇപ്പം നിലവിലുള്ള അത്യാവശ്യം അടിപൊളി RC കാർസൊക്കെ ഇതിനുള്ളൂ. പിന്നെ ആ ഒരു RC ജെറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു RC ബോട്ട് ഉണ്ട്. സോ RC കാർസിൻ്റെ സീരീസ് ചെയ്യുമ്പോൾ ഇതൊക്കെയുള്ളൂ. പിന്നെ ഒരു RC ബൈക്ക് ഞാൻ എക്സ്ട്രാ കയറ്റി വെച്ചിട്ടുണ്ട്. സോ പിന്നെ ഒറ്റ RC ബൈക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അതെടുത്തത്. പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു എക്സ്കവേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ടിപ്പർ ഉണ്ട്. ടിപ്പറല്ല, ഇതിൻ്റെ വേറെ സംഭവമാണിത്, അതിൻ്റെ പേര് ഞാൻ മറന്നു. സോ ഇതൊക്കെയാണ് നമ്മുടെ RC കളക്ഷൻസ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ മഴയും കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ട് തന്നെ സൈഡിൽ പൂപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സോ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ഷമിക്കാൻ എന്നോട്. മഴയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളോട് സെറ്റപ്പ് ആകുന്നതായിരിക്കും. ഓക്കെ. സോ നമ്മൾ ലേറ്റസ്റ്റ് ചെയ്ത നമ്മുടെ പജേറോ എന്ന് തുടങ്ങുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ലേറ്റസ്റ്റ് ചെയ്ത പജേറോ എന്ന് പറയുന്നത്. ഒരു ഇത് കാണാനില്ല, എവിടെ പോയാവോ. സോ ഇതാണ് നമ്മുടെ പജേറോ. ഇതിൻ്റെ വീഡിയോ ഞാൻ ഏറ്റവും അവസാനമായിട്ട് വീഡിയോയിൽ ഇതിൻ്റെ വീഡിയോ ആണ്. പിന്നുള്ളത് പറയാനായിട്ടുള്ളത് നമ്മുടെ ഈ കാണുന്ന മോൺസ്റ്റർ RC കാറാണ്. ഈ സംഭവം ഇത് ഭയങ്കര ഫാസ്റ്റായിട്ട് ഓടുന്ന സംഭവമാണ്. മണിക്കൂറിലൊരു 10-40 കിലോമീറ്ററിൻ്റെ മേലെയൊക്കെ ഇത് ഓടും. സോ അതാണ് ഇതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കാർ എന്ന് പറയുന്നത് ഈ റൈറ്റാണ്. പിന്നെയുള്ളത് നമ്മുടെ ഈ കാണുന്ന ഒരു ഡ്രിഫ്റ്റ് കാറാണ്. ഞാനൊരു വേറെ ഡ്രിഫ്റ്റ് കാർ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഒരു പോളോൻ്റെ മോഡലുള്ളത്. സോ അതും ഏകദേശം ഇതേപോലെയൊക്കെ തന്നെയാണ്. സോ ഇത് ഡ്രിഫ്റ്റ് കാറാണ്. ഇതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഇതിൽ 1-2 കാറുകൾ എടുത്ത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം കേട്ടോ. പിന്നുള്ളത് നമ്മുടെ ജിംനിയാണ്. ജിംനി എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയൊരു കാറാണ്. ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര കുട്ടി കാറാണ്. കുട്ടി കാറാണെന്ന് പറഞ്ഞാലും ആശ ഭയങ്കര രസമാണ് ഇവനായിട്ട് കളിപ്പിക്കാൻ മീൻസ് ഓടിക്കളിക്കാനായിട്ട്. പിന്നെ ഞാൻ കാണിക്കാനുള്ളത് ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ RC കാർ എന്ന് പറയുന്നത്. ഞാൻ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഫസ്റ്റ് ടൈം വാങ്ങിയ RC കാറാണ് ഇവൻ എന്ന് പറയുന്നത്. അത്യാവശ്യം അടിപൊളിയാണ്. എന്നുവെച്ചാൽ 1000 താഴെ വാങ്ങാൻ പറ്റുന്ന ഒരു ജസ്റ്റ് ഒരു ബിഗിനർ ഫ്രണ്ട്ലി, അല്ലെങ്കിൽ നമ്മുടെ പിള്ളേർക്കൊക്കെ വാങ്ങി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. അതിൻ്റെ തന്നെ വേറൊരു 6 വീൽ എഡിഷനാണ് ഇതെന്ന് പറയുന്നത്. ഇതിൽ ഇത് 4 വീൽ ഡ്രൈവാണ് സംഭവം. ഇതിന് ഫ്രണ്ടിലും നമ്മുടെ ടയർ തിരിയും, ബാക്കിലും തിരിയും. ഓക്കെ. അപ്പോൾ ഇതൊരു 6 വീലാണ്. കൊള്ളാമല്ലേ ഐറ്റം ഗൈസ്. അപ്പോൾ ഞാൻ ജിംനിയുടെ ബാറ്ററി എടുത്തിട്ടുണ്ട്. സോ ഇത് എങ്ങനെ ഇടണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി ഉണ്ട് ഈ ബാക്ക് ഭാഗത്താണ്. സോ ഇതാണ് എൻ്റെ ബാറ്ററി വന്നിക്കുന്നത്. ചാർജ് ഉണ്ടാവോ എന്തോ. ഓക്കെ, അടയ്ക്കുക. അതിന് ശേഷം ഇനി ഫ്രണ്ട് ഭാഗം തുറക്കുക, എന്നിട്ട് ഇതേ ഇവിടെ അമർത്തി പിടിക്കുക. വാവ് ഗൈസ്, ചാർജ് ഉണ്ട്. എന്നിട്ട് ഇതേ ഇതിൽ ഓണാക്കി കൊടുക്കുക. ഇവിടെ ഓണായിട്ടുണ്ട്. സെറ്റ് ഇതേ ഗൈസ്. അപ്പം നമ്മുടെ ജിംനീനെ ഞാൻ ഇതിൻ്റെ മേലെ കൂടെ ഓടിക്കാൻ പോവാണ്. എത്രത്തോളം പറ്റുമെന്ന് അറിയില്ല. മോനെ സീന് ഗൈസ്. അപ്പോൾ നമ്മുടെ പജേറോനെ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാനായിട്ട്. ഇതിൻ്റെ മെയിൻ്റെനൻസ് പറഞ്ഞാൽ നല്ല പാടുള്ള പരിപാടിയാണ്. ഇങ്ങനെ കളക്ഷൻ മാത്രം ഉണ്ടായപ്പോൾ പോരായിരുന്നു, മെയിൻറ്റെയിൻ ചെയ്യണത് കുറച്ച് ടാസ്ക്കുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതാണ് നമ്മുടെ പജേറോ എന്ന് പറയുന്നത്. വാവ്, അത്യാവശ്യം നല്ല സ്മൂത്താണ് ഐറ്റം. ഇതിപ്പോൾ അടുത്തിറങ്ങിയില്ലേ ഉള്ളൂ. കണ്ടോ അതിൻ്റെ ഉള്ളിലത്തെ തിരിയണുണ്ടോ നിങ്ങൾ. ഇത് ഞാൻ ബിൽഡ് ചെയ്തെടുത്തതാണ്. ഇത് ഞാൻ എങ്ങനെ ബിൽഡ് ചെയ്തു, എവിടെ പോയി ബിൽഡ് ചെയ്തു എന്നൊക്കെ ഉള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങളെല്ലാവരും കാണാതെ ഗൈസ്. പിന്നെ നമ്മൾ എടുക്കുന്നത് നമ്മുടെ മോൺസ്റ്റർ ട്രക്കാണ്. സോ ഇതാണ് എൻ്റെ മോനെ സീനാണ് ഐറ്റം. ഇത് ചെറിയ സ്ഥലത്തൊന്നും ഓടിക്കാൻ പറ്റില്ല, അത്യാവശ്യം വലിയൊരു ഏരിയ തന്നെ വേണം. സോ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഗ്രൗണ്ടിലൊക്കെ പോയിട്ട് ഓടിച്ചതൊരു പരിപാടിയാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഐറ്റം. ഓക്കെ. നമ്മുടെ റിമോട്ട് വയ്ക്കാൻ വരെ സ്ഥലമില്ലാണ്ടായി. ഓക്കെ. അപ്പോൾ അടുത്തതായി പിന്നുള്ളത് നമ്മുടെ ഈ കാണുന്ന ഓട്ടോറിക്ഷയാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാണ്. ഇത് RC ഓട്ടോയാണ് ഐറ്റം. വലിയ വിലയൊന്നും ഇല്ല, നമ്മുടെ ബാങ്കുടിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിന് മിക്ക ഐറ്റംസ് ബാങ്കുടിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൽ ഈ കാണുന്നതും ഇതും പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസ്. ഇതാണ് നമ്മുടെ ഏറ്റവും ചെറിയ RC കാർ എന്ന് പറയുന്നത്. ഇതെങ്ങനെ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടാ ഇതിനെ തുറക്കുക. ഇതാണ് നമ്മുടെ RC കാർ. ഇത് ഭയങ്കര ക്യൂട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ
നമുക്കിത് ഓടിക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ദേ കണ്ട ലൈറ്റ് എത്തുന്നത് നോക്കിക്കോട്ടാ. ചെറിയൊരു ലൈറ്റാണ്. ഇതിൽ എൻ്റെ ഫ്രണ്ടിലത്തെ ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയുന്നില്ല. ഇതിൽ തന്നെ വേറെ എന്ത് ചെയ്യുമ്പോൾ ആണ് നമ്മുടെ ഐറ്റം തിരിയുക. ഓക്കെ ഗൈസ്, പിന്നെ ഇതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടൊരു സംഭവമുണ്ട്. ഇതാണ് ആ കാർ എന്ന് പറയുന്നത്. ഇതൊരു എന്താ പറയുക, ഭയങ്കര രസമുള്ള സംഭവമാണ്. ഇതിപ്പോൾ ഓടിക്കാനായിട്ട് ഇതിൽ ചാർജും കാര്യങ്ങളൊന്നുമില്ല, ചാർജ് ചെയ്യേണ്ടി വരും. ഇതൊന്നും സംഭവിച്ചു എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് സ്ക്രോൾ ചെയ്ത് പോയി കാണാൻ പറ്റും. അല്ലെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇന്ന് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര രസമാണ് സംഭവം. നമ്മുടെ കൈ കൊണ്ട് ഈ ഒരു ഐറ്റം വെച്ചിട്ട് നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഇങ്ങനെ ആക്കുമ്പോൾ വണ്ടി ഫ്രണ്ടോട്ട് പോകും, ഇങ്ങനെ ആക്കുമ്പോൾ വണ്ടി ബാക്കോട്ട് പോകും. ജയ രസമാണ് ഐറ്റം. എന്തോ 1200 രൂപ സംതിങ് എന്തോ റേഞ്ചിന് ഞാൻ വാങ്ങിച്ചതാണ് നമ്മുടെ ആമസോണിൽ നിന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. ഇതിൻ്റെ ഷേപ്പൊക്കെ മാറ്റിയത് ഓട്ടോമാറ്റിക്കലി ഷേപ്പൊക്കെ മാറ്റും. ജയ രസമാണ് എന്തെങ്കിലും കളിക്കാനൊക്കെ. പിന്നെ ഉള്ളത് നമ്മുടെ RC ബൈക്കാണ്. RC ബൈക്കിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ്. ലൈക്ക് എന്താ ഒരു ബിഗിനർ ഫ്രണ്ട്ലി RC ബൈക്കാണ്. മറ്റേ വലിയ ടൈപ്പ് ഒന്നുമില്ല കേട്ടോ. സംഭവം അടിപൊളിയാണ്. പിന്നെ നിങ്ങൾ ഓൾറെഡി നമ്മുടെ എക്സ്കവേറ്ററിൻ്റെ വീഡിയോസൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ലേറ്റസ്റ്റ് ചെയ്തതാണ് ഇതേ ഈ കാണുന്ന അതിൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. സോ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ RC ഐറ്റംസ് എന്നൊക്കെ പറയുന്നത്. കറൻ്റ് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോൺസ്റ്റർ കാറിൽ തന്നെ ഏറ്റവും ടോപ്പ് ഒരു സംഭവമുണ്ട്. നമ്മുടെ ട്രാക്സസ് എന്ന് പറഞ്ഞ പോലത്തെ കമ്പനിയുടെ ഒരു കാർ എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പറ്റുമായിരിക്കും എന്നതിലൊക്കെ 10, 50,000, 60,000, 70,000, 1 ലക്ഷം, 1.5 ലക്ഷത്തിൻ്റെ ഒക്കെ റേറ്റാണ് വരുന്നത്. അപ്പോൾ അത്രയ്ക്കൊന്നും ആയിട്ടില്ല ഞാൻ എന്തായാലും. സോ എന്തെങ്കിലും ഒരു ദിവസം ഞാൻ എടുക്കും ഗൈസ്. അപ്പോൾ നമ്മുടെ ഇവനെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാൻ പോവാണ്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയിൽ കാണാൻ പറ്റും. ഓ എൻ്റെ മോനെ എന്തുകൊണ്ട് പവർ! ഓ ഇതിങ്ങനെ തെന്നി കളിക്കുന്നത് ഇവിടെ കുറച്ച് വഴുക്കുള്ള കാരണമാണ്. അല്ലെങ്കിൽ ലെവൻ പുലിയാണ് കേട്ടാ. ഓ സീന് പോടാ വൈബാണ് ഇങ്ങനെ ഓടിച്ചളിക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ മഴ പെയ്യാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ നിന്നിട്ട് ഇങ്ങനെ ഓടിച്ചളിക്കാം വെച്ചിട്ട് ഓടിക്കുന്ന ഒരു എന്താ പറയുക ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് പിന്നെ കിട്ടിയിരിക്കുന്നത് ജിമ്നിയിലാണ്. ജിമ്നി എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഫാസ്റ്റ് ആയിട്ടില്ല, ലൈക്ക് ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് പോണ ഒരു മോഡലാണ്. ഇപ്പോൾ നമ്മുടെ പജേറോയിലാണെങ്കിൽ പറഞ്ഞ പോലെ നമ്മളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, ലൈക്ക് അങ്ങനെ അധികം അഡീഷണൽ ഓപ്ഷൻസ് ഒന്നും ഇല്ല, നോർമൽ ഒരു കാർ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നുമില്ല. വാവ്, ഓരോന്നിനും റേറ്റ് പറയാനാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് വന്നിക്കുന്നത് 4,500 പ്ലസ് ഷിപ്പിംഗ് ചാർജ് അടക്കമായിരുന്നു നമ്മളിവനെ ചൈനയിൽ നിന്ന് ഇറക്കിയേക്കുന്നത്. ഇതുപോലെ ഓരോരുത്തരും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ നമ്മുടെ ഈ കാറിന് ഏകദേശം ഒരു 1,500 ഞാൻ പറഞ്ഞില്ലേ, ആ റേഞ്ച് വന്നിട്ടുള്ളൂ. പിന്നെ ഇവന് ഒരു 2,400 രൂപ സംതിങ് എന്തോ വന്നു പ്ലസ് ഷിപ്പിംഗ് അടക്കമായിട്ട്. അതൊക്കെ ഇത് നമ്മുടെ ആമസോണിൽ നിന്നും ഇത് നമ്മുടെ ബാങ്കുടിയിൽ നിന്നാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. 2 ഐറ്റത്തിന് ഇതിന് 2,000 താഴെ വന്നിട്ടുള്ളൂ. പിന്നെ ഇവന് ഇതേപോലെ 1,700 രൂപ സംതിങ് 1,800 രൂപ എന്ന് വന്നുള്ളൂ. ഇത് ആമസോണിൽ നിന്നും ഇത് ബാങ്കുടിയിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. ലൈക്ക് നൈസാണ്. ചെറുപ്പത്തിൽ വാങ്ങാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഞാനിപ്പോൾ വാങ്ങിച്ച് കൂട്ടുന്നു, അത്രമാത്രം. പിന്നെ നമ്മുടെ ജിമ്നിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജിമ്നിക്ക് ഏകദേശം ഒരു 4,000 രൂപ 4,500 രൂപ എന്ന് വന്നിട്ടുണ്ട് ബാങ്കുടിയിൽ നിന്ന്. പക്ഷേ അത്യാവശ്യം ക്വാളിറ്റി ലൈറ്റാണ്. ഇത് ലൈസൻസ്ഡ് മോഡലല്ല, എന്നാലും അത്യാവശ്യം അടിപൊളിയാണ്. ഇത് നമ്മുടെ പജേറോ നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ട് അത്യാവശ്യം എന്താ റേറ്റ് ആയിട്ടുണ്ട്. ഇത് മേടിക്കാൻ വലിയ റേറ്റ് ഒന്നുമില്ല, മറ്റേ പാർട്സാണ്. 2,500 രൂപ 3,000 രൂപയ്ക്ക് പാർട്സ് കിട്ടും. പ്ലസ് നമ്മൾ എന്താ പറയുക കസ്റ്റമൈസ് ചെയ്തപ്പോൾ ഉള്ള റേറ്റ് വന്നിട്ടുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കിയേ, നല്ല വ്യത്യാസമുണ്ട്. പക്ഷേ പവർഫുൾ ഇവനാണ് കേട്ടോ. പിന്നെ ആ ഓട്ടോറിക്ഷയ്ക്ക് വന്ന റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഇതേപോലെ തന്നെ ഒരു 2,500 രൂപ സംതിങ് ഒന്നുള്ളൂ. പക്ഷേ അതിൻ്റെ കൂടിയൊരു മോഡലുണ്ട്, അടിപൊളിയാണ്. അത് 10,000-14,000 രൂപ സംതിങ് വരും. അത് ഭയങ്കര ഫാസ്റ്റിൽ കുറേ സംഭവമാണ്. സോ ഇത്രയ്ക്കുള്ളൂ എൻ്റെ കയ്യിലുള്ള RC ഐറ്റംസൊക്കെ. ഇതിൽ അടിപൊളി ഐറ്റംസ് വാങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. സോ നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വാങ്ങാൻ പറ്റുള്ളൂ.